ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 12, 13 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മെയ് 12ന്റെ പ്രത്യേകതയാണ്. മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് മെയ് 12ന്റെ പ്രത്യേകത? ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ടാണ് മെയ് 12 ആചരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് നോക്കാം. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 എല്ലാ വർഷവും ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ എന്താണ് പ്രത്യേകത? ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. എന്തുകൊണ്ടാണ് ആചരിക്കുന്നത്? ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 ആണ് എല്ലാ വർഷവും ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി 2024 ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ പ്രമേയം എന്താണെന്ന് നോക്കാം. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ദി എക്കണോമിക് പവർ ഓഫ് കെയർ എന്നുള്ളതാണ് 2024 പ്രമേയം. എന്താണ്? അവർ നേഴ്സസ് നമ്മുടെ നേഴ്സുമാർ, അവർ ഫ്യൂച്ചർ നമ്മുടെ ഭാവി, ദ എക്കണോമിക് പവർ ഓഫ് കെയർ എന്താണ്? പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി. എന്താണ് മലയാളത്തിൽ ഓർത്തു വെക്കുക? നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിലെ സാമ്പത്തിക ശക്തി എന്നുള്ളതാണ് മലയാളത്തിൽ. അപ്പോൾ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ദ എക്കണോമിക് പവർ ഓഫ് കെയർ എന്നുള്ളതാണ്. അപ്പോൾ മെയ് 12ന്റെ പ്രത്യേകത എന്താണ്? ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. മെയ് 12ന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. മെയ് 12 അന്താരാഷ്ട്ര സസ്യാരോഗ്യ ദിനമായും ആചരിക്കുന്നു. എന്താണ്? അന്താരാഷ്ട്ര സസ്യാരോഗ്യ ദിനമായും ആചരിക്കുന്നു എന്നാണ് മെയ് 12. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നോക്കാം. സസ്യങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആഗോള അവബോധം സൃഷ്ടിക്കുന്നതിനായി മെയ് 12 അന്താരാഷ്ട്ര സസ്യാരോഗ്യ ദിനമായി ആചരിക്കുന്നു. ഇനി 2024 പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക. പ്ലാന്റ് ഹെൽത്ത്, സേഫ് ട്രേഡ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി എന്നുള്ളതാണ് 2024 പ്രമേയം. അപ്പോൾ എന്താണ് പ്രമേയം? പ്ലാന്റ് ഹെൽത്ത്, സേഫ് ട്രേഡ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി എന്നുള്ളതാണ്. മലയാളത്തിൽ കൂടി ഓർത്തു വെക്കുക. പ്ലാന്റ് ഹെൽത്ത് എന്താണ്? സസ്യ ആരോഗ്യം, സേഫ് ട്രേഡ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി സുരക്ഷിതമായ വ്യാപാരവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ് ഇതിന്റെ മലയാളം. എന്താണ്? പ്ലാന്റ് ഹെൽത്ത്, സേഫ് ട്രേഡ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി എന്നുള്ളതാണ് പ്രമേയം. മലയാളം എന്താണെന്ന് ഓർത്തു വെക്കുക. സസ്യ ആരോഗ്യവും സുരക്ഷിതമായ വ്യാപാരവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ് പ്രമേയം. അപ്പോൾ മെയ് 12 എന്തായും നമ്മൾ ആചരിക്കുന്നു? സസ്യങ്ങളുടെ, അതായത് അന്താരാഷ്ട്ര സസ്യാരോഗ്യ ദിനമായും ആചരിക്കുന്നു. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. വെസ്റ്റ് നൈൽ പനി മൂലം അടുത്തിടെ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ്? ഏതാണ്? തൃശ്ശൂരാണ്. എന്താണ്? വെസ്റ്റ് നൈൽ പനി മൂലം അടുത്തിടെ മരണം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ലയാണ് തൃശ്ശൂർ. അടുത്തിടെ കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലായിട്ട് ഈ ഒരു രോഗം, അതായത് വെസ്റ്റ് നൈൽ പനി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രോഗം പരത്തുന്ന വൈറസ് ഏതാണെന്ന് ഓർത്തു വെക്കുക. വെസ്റ്റ് നൈൽ വൈറസ് ആണ്. എന്താണ്? വെസ്റ്റ് നൈൽ വൈറസ് ആണ് ഈ ഒരു രോഗം പരത്തുന്നത്. അപ്പോൾ ഈ ഒരു രോഗം മൂലം മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്യൂലസ് കൊതുകുകളാണ് ഈ ഒരു രോഗം പരത്തുന്നത്. ആ കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2024 മെയ്യിൽ 100ാം സമാധി വാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരെന്നാണ്? ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികളുടെ 100ാം, എത്രാമതാണെന്ന് ഓർത്തു വെക്കുക, 100ാം സമാധി വാർഷികമാണ് ആചരിക്കുന്നത്. ഏത് വർഷത്തിലാണ്? 2024. എന്നാൽ അദ്ദേഹം ജനിച്ചത് എന്നാണെന്ന് കൂടി ഓർത്തു വെക്കുക. 1853 1853 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അന്തരിച്ചത്, സമാധിയായത് എന്നാണ് 1924 1924 ചട്ടമ്പി സ്വാമികൾ സമാധിയായത്. അപ്പോൾ അദ്ദേഹം 1924 അന്തരിച്ചതെന്ന് പറഞ്ഞു. 2024 100ാം സമാധി വാർഷികമാണ് ആചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്നത്, അതായത് ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികം അറിയപ്പെടുന്നത് ഓർത്തു വെക്കുക. എന്താണ്? മഹാഗുരു വർഷം 2024 എന്നാണ്. എന്താണ്? മഹാഗുരു വർഷം 2024 എന്നുള്ളതാണ്
എന്തിനറിയപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ ചട്ടമ്പി സ്വാമികളുടെ 2024 ആചരിക്കുന്ന 100ാം സമാധി വാർഷികം അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൂടി ഓർത്തു വെക്കുക. ഇനി ഒരു നിയമനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 റഷ്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മിഖായേൽ മിഷുസ്റ്റിൻ ആണ് റഷ്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതോടൊപ്പം ഓർത്തു വെക്കുക, റഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ പുടിൻ ആണ് റഷ്യയുടെ പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 റഷ്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മിഖായേൽ മിഷുസ്റ്റിൻ ആണ്. ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കമുകുറ ഫൗണ്ടേഷന്റെ കമുകുറ സംഗീത പുരസ്കാരം 2024 അർഹനായത് ആരാണ്? ജെറി അമൽദേവ് ആണ്. എന്താണെന്ന് ഓർത്തു വെക്കുക. കമുകുറ സംഗീത പുരസ്കാരം 2024 അർഹനായത് ആരാണ്? ജെറി അമൽദേവ് എന്നുള്ള സംഗീത സംവിധായകനാണ്. ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക. 50,000 രൂപയാണ് സമ്മാനത്തുക. എന്താണ്? കമുകുറ ഫൗണ്ടേഷൻ നൽകുന്ന കമുകുറ സംഗീത പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 50,000 രൂപയാണ്. 2024 ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജെറി അമൽദേവ് എന്നുള്ള സംഗീത സംവിധായകനാണ്. വീണ്ടും ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത്. 2023 ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആര് നൽകുന്ന പുരസ്കാരമാണ്? അപ്പെക്സ് ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക. 2023 ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള പുരസ്കാരമാണ്, ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത്. ഗ്രീൻ ലീഫ് വിഭാഗത്തിൽ ഗോൾഡ് അവാർഡാണ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2023 ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇനി ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? സ്മാർട്ട് PDS എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ചേരാനായിട്ട് കേരള സംസ്ഥാന സർക്കാരും ഒരുങ്ങുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ് ഈ ഒരു പദ്ധതിയുടെ പേര്? സ്മാർട്ട് PDS എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യ വിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്താണെന്ന് പ്രത്യേകത ഓർത്തു വെക്കുക. സ്മാർട്ട് PDS എന്നുള്ളതാണ്. ഇനി ഒരു സിനിമയെ കുറിച്ചുള്ള പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിനിമയുടെ പേരെന്താണ്? ടെൻസിംഗ് എന്നുള്ളതാണ് സിനിമയുടെ പേര്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രമേയം എന്താണെന്ന് നോക്കാം. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമയാണ് ടെൻസിംഗ് എന്നുള്ളത്. അപ്പോൾ സിനിമയുടെ പേര് ഓർത്തു വെക്കുക. എന്താണ്? ടെൻസിംഗ് എന്നുള്ളതാണ് സിനിമയുടെ പേര്. എന്താണ് ഈ ഒരു സിനിമയുടെ പ്രമേയം? എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്രമാണ് ഈ ഒരു സിനിമയിലൂടെ കാണിക്കുന്നത്. ഈ സിനിമയുടെ സംവിധായിക ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ജെന്നിഫർ പീഡം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണിത്. അപ്പോൾ സിനിമയുടെ പ്രമേയം എന്താണ്? എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമ ഏതാണ്? ടെൻസിംഗ് എന്നുള്ളതാണ് സിനിമയുടെ പേര്. ഇനി ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ CMFRI ഗവേഷകർ കണ്ടെത്തിയ ഗാർഫിഷ് വിഭാഗത്തിൽപ്പെട്ട പുതിയ ഇനം മത്സ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഈ ഒരു മത്സ്യങ്ങളുടെ പേര് ഓർത്തു വെക്കുക. എന്താണ്? അബ്ലനസ് ജോസ്ബെർഗ്മെൻസിസ് എന്നും അതേപോലെ തന്നെ അബ്ലനസ് ഗ്രേസിയാലി എന്നുള്ള 2 പുതിയ ഇനം മത്സ്യങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ്? ഗാർഫിഷ് വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണിവ. അപ്പോൾ ഓർത്തു വെക്കുക, പേര് എന്തൊക്കെയാണ്? അബ്ലനസ് ജോസ്ബെർഗ്മെൻസിസ് എന്നും അതേപോലെ അബ്ലനസ് ഗ്രേസിയാലി എന്നുള്ള 2 പുതിയ ഇനം മത്സ്യങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക. CMFRI ഗവേഷകരാണ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, CMFRIയുടെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്തു വെക്കുക. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് CMFRIയുടെ ഫുൾ ഫോം. അപ്പോൾ ഈ പോയിന്റ് പ്രത്യേകം ഓർത്തു വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഭൂമിയിൽ ഉണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതെന്നാണ്. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? കൊറോണൽ മാസ് ഇജക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം കാരണം ഭൂമിയിൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? സൗരോർജ കൊടുങ്കാറ്റ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം എന്താണ്? കൊറോണൽ മാസ് ഇജക്ഷൻ എന്നുള്ള പ്രതിഭാസമാണ് ഇതിന് കാരണമായത്. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. വെസ്റ്റ്
വെസ്റ്റ് നൈൽ പനി മൂലം അടുത്തിടെ മരണം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ് തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല ഇപ്പോൾ ഈ രോഗം പടർന്നു പിടിച്ചിരിക്കുന്നത്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിൽ കൂടി ഈ ഒരു രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് ഓർത്തു വെക്കുക. വെസ്റ്റ് നൈൽ വൈറസ് ആണ് ഈ ഒരു രോഗത്തിന് കാരണമാകുന്നത്. ക്യൂലസ് കൊതുകാണ് പ്രധാനമായും ഈ ഒരു രോഗം പകർത്തുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 2024 മെയ്യിൽ 100ാം സമാധി വാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ചട്ടമ്പി സ്വാമികളുടെ 100ാം ചരമ വാർഷികമാണ്, സമാധി വാർഷികമാണ് നമ്മൾ 2024 ആചരിക്കുന്നത്. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് കൂടി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? മഹാഗുരു വർഷം 2024 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അദ്ദേഹം അന്തരിച്ചതെന്നാണ് 1924 അന്തരിച്ചത്. ജനിച്ചത് എന്നാണെന്ന് കൂടി ഓർത്തു വെക്കുക. 1853 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ശേഷം ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. 2024 റഷ്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മിഖായേൽ മിഷുസ്റ്റിൻ ആണ്. 2024 റഷ്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു. കമുകറ ഫൗണ്ടേഷന്റെ കമുകറ സംഗീത പുരസ്കാരം 2024 അർഹനായത് ആരാണ്? ജെറി അമൽദേവ് എന്നുള്ള സംഗീത സംവിധായകനാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 2023 ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം ഏതെന്നാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. എന്താണ്? ഗ്രീൻ ലീഫ് ഗോൾഡൻ പുരസ്കാരമാണ് ഈ ഒരു അവാർഡിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിന് ലഭിച്ചത്. ആ കാര്യം കൂടി ഓർത്തു വെക്കുക. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് ആ പദ്ധതി? സ്മാർട്ട് PDS എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി. അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് യോജിക്കുവാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക, സ്മാർട്ട് PDS എന്നുള്ളതാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സിനിമയെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമ ഏതെന്നാണ്? എന്താണ് സിനിമയുടെ പേര്? ടെൻസിംഗ് എന്നുള്ളത് തന്നെയാണ്. സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ജെനിഫർ പീഡമാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ CMFRI ഗവേഷകർ കണ്ടെത്തിയ ഗാർഫിഷ് വിഭാഗത്തിൽപ്പെട്ട പുതിയ ഇനം മത്സ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഈ മത്സ്യങ്ങളുടെ പേര് ഓർത്തു വെക്കുക. എന്താണ്? അബ്ലനസ്. എന്താണ്? അബ്ലനസ് ജോസ്ബർഗ്മെൻസിസ് എന്നും അതേപോലെ തന്നെ അബ്ലനസ് ഗ്രീസിയാലിയും എന്നുള്ള രണ്ട് പുതിയ ഇനം മത്സ്യങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ ഭൂമിയിൽ ഉണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതാണ്? കൊറോണൽ മാസ് ഇജക്ഷൻ എന്നുള്ള പ്രതിഭാസമാണ് അടുത്തിടെ സൂര്യനിൽ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം കാരണം ഭൂമിയിൽ എന്തുണ്ടായി? സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമാവുകയുണ്ടായി. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെക്കുക. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. പാം ഓയിൽ വാങ്ങുന്ന പ്രമുഖ വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് ഒറാങ്കുട്ടാനുകളെ സമ്മാനമായി നൽകുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ സി മലേഷ്യ, ഓപ്ഷൻ ഡി നൈജീരിയ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ശക്തിയുടെ 7ാം പതിപ്പിന് വേദിയാകുന്നത് എവിടെയെന്നാണ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അസം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി മിസോറാം, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നായിരുന്നു? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ S ഹരീഷ്, ഓപ്ഷൻ ബി റഫീഖ് അഹമ്മദ്, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ, ഓപ്ഷൻ ഡി സേതു. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. റഫീഖ് അഹമ്മദിനാണ് 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അതേപോലെ തന്നെ 2023 പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് കൂടി ഓർത്തു വെക്കണം. ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ് 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നായിരുന്നു? അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. തമിഴ്നാട്ടിലാണ് ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഭവാനി നദിയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ ഈ ഒരു ഡാമിലെ ജലനിരപ്പ് താഴ്ന്നത് മൂലം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം ദൃശ്യമായി. അപ്പോൾ ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.